അപ്പോൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഒരു ആപ്ലിക്കേഷൻ ഞാൻ ജാവയിൽ ഉണ്ടാക്കിയതാണ്. ഈ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ നമ്മളിവിടെ ഗ്രൂപ്പ് ഓഫ് നോട്ട്സ് ഉണ്ട്, ഇവിടെ ഗ്രൂപ്പ് ഓഫ് നോട്ട്സ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിനെ സെലക്ട് ചെയ്തിട്ട് അതിനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അടിയിൽ നിന്ന് മുകളിൽ സെലക്ട് ചെയ്യാം, മുകളിൽ നിന്ന് അടിയിൽ സെലക്ട് ചെയ്യാം. അങ്ങനെ പിന്നെ ടച്ച് ചെയ്താൽ മതി, ടച്ച് ചെയ്താൽ അതൊക്കെ സെലക്ഷൻ ആവും. അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇടയിലുള്ള നോട്ട്സിനാണെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം, ഈ നോട്ട്സിനെ കൂടെ. അപ്പോൾ ഈ ഒബ്ജക്ട്സിനെ മൂവ് ചെയ്യണ രീതിയിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നോട്ട്സിന് പോലെ നമുക്കിവിടെ ഒബ്ജക്ട്സ്, ഇമേജോ എന്ത് വേണമെങ്കിൽ വയ്ക്കാം. അപ്പോൾ അങ്ങനെ സെലക്ഷൻ ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വൽ ഓരോ ഒബ്ജക്റ്റിനെയും ബട്ടണിനെയും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ് ആയിട്ടും പറ്റും. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഇതിങ്ങനെ ഗ്രൂപ്പ് ഓഫ് നോട്ട്സിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് നമുക്ക് ചാർട്ട് ഉണ്ടാക്കാൻ, അങ്ങനെ പലതിനും ബേസ്ഡ് ഉണ്ടാക്കാം. ഒറ്റയ്ക്ക് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഹെൽപ്പുകൾ നെറ്റിൽ നോക്കുമ്പോൾ പല ഇതുകളും ഉണ്ട്. നെഗറ്റീവ് ഡയമെൻഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അടിയിൽ നിന്ന് മുകളിൽ സെലക്ട് ചെയ്യുമ്പോൾ. അതിപ്പോൾ ഇങ്ങനെ നോക്കിയിട്ടാണ് അതിൻ്റെ സൊല്യൂഷൻ കിട്ടിയത്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് AI-യുടെ സാങ്കേതികവിദ്യ കൂടിയതുകൊണ്ട് ഗുണമാണ് ശരിക്കും പറഞ്ഞാൽ. പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ.